അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മടവൂർ കാഫിലയുടെ പുതിയൊരു അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മടവൂർ കാഫില ഉള്ളത് പാനൂർ, കണ്ണൂർ ജില്ലയിൽ പാനൂർ തൂവക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ CM വലിയുള്ളാഹിയുമായിട്ടും മറ്റു മഹാന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ മൊയ്തുഖാനെ കാണാൻ വേണ്ടി വന്നതാണ്. അൽഹംദുലില്ലാ, നമ്മുടെ പാനൂർ മൂസ ഉസ്താദിൻ്റെ നാടാണ്. അവർക്ക് ഷെയ്ഖുനായ അയാത്ത് കാലത്ത് കാണാനും ബന്ധപ്പെടാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു സജീവ ഖാദിമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഷെയ്ഖുനയുമായിട്ടുള്ള ബന്ധം ഓരോട് തന്നെ ചോദിക്കാം. എന്തൊക്കെയാ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ, സുഖം തന്നെയാണ്. നിങ്ങൾ CM വലിയുള്ളാഹിയുമായിട്ട് മഹാന്മാരൊക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. CM വലിയുള്ളാഹിനെ കാണാൻ പോകുന്നത് ഈ കണ്ണൂർ ഭാഗത്തുനിന്ന് ആര് പറഞ്ഞിട്ടാണ് ഷെയ്ഖുനയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് അങ്ങനെ അറിയുന്നത്? എങ്ങനെയാണ് അറിയുന്നവരോ എന്നോട് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നത് കുറവാണ്. ഞാൻ അറിഞ്ഞിട്ട് തന്നെ പോയതാണ്. പിന്നെ ഇവനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. എൻ്റെ അനിയൻ മൂസക്ക് തന്നെ അവനെ കൊണ്ട് പോയതാണ്. അതിൻ്റെ മുമ്പ് പോയി ഞാനും എൻ്റെ ഉമ്മയും കൂടി പോയിരുന്നു. കണ്ടു, 2-3 പ്രാവശ്യം കണ്ടിരുന്നു. വീട്ടിൽ തന്നെ, അയാൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ പോയിരുന്നു. പോയിട്ട് ഇങ്ങനെ സംഗതി പറഞ്ഞ് അത് എന്തോ ഒരു തകടേൻ്റെ മുകളിൽ വന്നതാണ്. അതങ്ങനെ പോയിക്കോളൂ, കൊണ്ട് വേറെ ആണ്ട അങ്ങനെ തിരിച്ചു പോകുന്ന നടന്നു. എന്താ ഷെയ്ഖിനടുത്ത് പോയിട്ട് പോകുമ്പം ഒറ്റക്കാണ് പോയത്? ഞാൻ ഉമ്മയുണ്ടായിരുന്നു. ഉമ്മയായിട്ട് പോയി. അങ്ങനെ ഷെയ്ഖിനടുത്ത് പോയിട്ട് ഈ ആരുടെ കാര്യം പറയാനാണ് പോയത്? എൻ്റെ മൂസേൻ്റെ അനിയൻ്റെ കാര്യം തന്നെ. അങ്ങനെ പോയപ്പോൾ എന്താ പറയുക, ഷെയ്ഖുന എന്താ പറഞ്ഞ? അതെന്തോ ഒരു ഇതിൻ്റെ മുകളിൽ വന്നതാണ്, അതങ്ങ് പോയിക്കോളും. എനിക്കൊരു വല്ലാതൊരു അവസ്ഥയായിരുന്നു അന്നേരം. രോഗം എന്തോ ഒരു പിശാചിൻ്റെ വഴിയായിട്ട് വന്നതാ. അങ്ങനെ സമാധാനമായിപ്പോയി, അങ്ങനെ മാറിപ്പോയി. അങ്ങനെ ഒരു തവണ കണ്ടല്ലോ? ഒരു തവണയാണെന്ന് എനിക്ക് സംശയം. ഒരു തവണയോ 2 തവണയോ ഒന്നും അറിയാമല്ലോ. എന്നാലും ഒരു തവണ ഉറപ്പാ പോയിരുന്നുള്ളു. എന്നാലും ഇത് ശരിയാ, ഓനെയും കൊണ്ട് പോയതാണ്. കണ്ടിന് കിടക്കല്ലേ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ, കട്ടിലിൻ്റെ മുകളിലാണ്. അവിടുന്നാണ് പറഞ്ഞത്. ഞാനുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, വേറെ ആരോ ഒരു ഉസ്താദ്മാരോ ഉണ്ട്. ഒറ്റ സംസാരിച്ചുള്ളൂ. പിന്നെ പോന്നു. പിന്നീട് കാണാൻ പോയിട്ടൊന്നുണ്ട്? പോയിട്ടില്ല, അതിലുള്ള ഓർമ്മ എനിക്കില്ല. ഇത് തന്നെ ഉള്ളൂ. പിന്നെ അറിയും, വിവരങ്ങൾ അറിയും. ഓരോരുത്തർ ഇങ്ങനെ പോവും വരികയും ചെയ്യുന്നതെല്ലാം അറിയുന്നുണ്ടല്ലോ നമ്മൾ. പിന്നെ ഇവിടെ ഉണ്ടാവില്ല, ഞങ്ങൾ ഇവിടെ അധികം വിദേശത്തല്ലേ, ഇപ്പല്ലേ ഇവിടെ നാട്ടിൽ തന്നെ. പോക്കന്നല്ലേ. അന്നേരം 2 കൊല്ലം കഴിയുമ്പോൾ 6 മാസം 3 മാസം നാട്ടിലുണ്ടാവും. പിന്നെ തിരിച്ചു പോകുന്നല്ലേ. നാട്ടിലെ വിവരങ്ങൾ അറിയൂല നമ്മൾ. പ്രവാസികളാണ്. പ്രവാസിയാണ്. ഒരു തവണ ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി പോയി. ഒരു തവണ പോയി. അത് അനിയൻ്റെ വിവരം പറയാൻ വേണ്ടി പോയതാണ്. അത് പറഞ്ഞപ്പോൾ ഷെയ്ഖുന അത് മാറിപ്പോകുമെന്ന് പറഞ്ഞു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു അല്ലേ? അൽഹംദുലില്ലാ, ഒരു തവണ ഷെയ്ഖുനാനെ കാണാൻ പോകാൻ ഭാഗ്യം കിട്ടി. ഉമ്മേൻ്റെ കൂടെ പോവുകയും അനിയൻ്റെ വിവരം പറയാനും ഭാഗ്യം കിട്ടി. അൽഹംദുലില്ലാ, അത് ആ അസുഖം ഷെയ്ഖുനാനെ കണ്ട് പറഞ്ഞതിന് ശേഷം അതങ്ങനെ മാറിപ്പോവുകയും ചെയ്തല്ലേ? ഇതാണ് പറയാനുള്ളത്. അതിൻ്റെയാണ് കാര്യമായിട്ടുള്ളത്. എന്തായാലും അൽഹംദുലില്ലാ, ചെറിയൊരു അനുഭവമാണെങ്കിലും ഷെയ്ഖുനാനെ കാണാൻ ഭാഗ്യം കിട്ടിയവരാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്തായാലും ബഹുമാനപ്പെട്ടവരെ കണ്ടതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ദുനിയാവും ആഖിറവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും. പുതിയ അനുഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തും. അസ്സലാമു അലൈക്കും.